വർഷദിനത്തിൽ 10-ന് പരിപാടി പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി. അഴിമതിമുക്ത കേരളത്തിനായി അതോറിറ്റി ഉണ്ടാക്കും. ഇതിൽ വിവരം നൽകുന്നവരുടെ പേരുകൾ രഹസ്യമായി വയ്ക്കും. വൃദ്ധർക്കും ഭിന്നശേഷിക്കാർക്കും സർക്കാർ സേവനം വീട്ടിലെത്തിക്കും. ബിരുദധാരികളായ 1000 പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് 1 ലക്ഷം രൂപ സ്കോളർഷിപ്പ് നൽകും. സത്യമേവ ജയതേ എന്ന പേരിൽ മാധ്യമ സാക്ഷരതാ പരിപാടി നടത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അഴിമതിമുക്ത കേരളം പരിപാടി നടപ്പാക്കും. അഴിമതിയെക്കുറിച്ച് വിവരം ലഭ്യമാക്കുന്ന ആളിൻ്റെ പേര് രഹസ്യമായി സൂക്ഷിക്കും. ആ ഉറപ്പോടെ സോഫ്റ്റ്വെയറിലൂടെ പരാതി ഉന്നയിക്കാം. സർക്കാർ വിജ്ഞാപനം ചെയ്യുന്ന ഒരു അതോറിറ്റിക്ക് മുൻപിലാണ് കൃത്യതയുള്ള പരാതി ഉന്നയിക്കാൻ അവസരമുണ്ടാക്കുക. വിവരം നൽകുന്ന ആളുകൾ ഒരു സർക്കാർ ഓഫീസിൻ്റെയും പടി ചവിട്ടേണ്ടി വരില്ല. പരാതികൾ സോഫ്റ്റ്വെയറിൽ ശേഖരിച്ച് അതിൻ്റെ നിജസ്ഥിതി ശാസ്ത്രീയ മാനദണ്ഡങ്ങളിലൂടെ മനസ്സിലാക്കി ആവശ്യമായ നടപടികൾക്കായി ഈ അതോറിറ്റി കൈമാറും. വിജിലൻസ് വകുപ്പ് തല നടപടികൾക്ക് ഇതിനു ശേഷം ആവശ്യമെങ്കിൽ അനുമതി നൽകും.